യേശുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ദൈവവചനം സഭയെക്കുറിച്ചും സഭയുടെ പ്രബോധനങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു വ്യക്തിക്ക് തകർച്ചകൾ വന്നാൽ, വേദനകൾ വന്നാൽ, സഹനങ്ങൾ വന്നാൽ ആ സഹനങ്ങളെ അതിജീവിക്കുവാനുള്ള ദൈവികമായ ശക്തി ദൈവമായ കർത്താവ് അവന് നൽകും. സങ്കീർത്തന പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. തന്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനവും അവിടുത്തെ ജനത്തെ സംരക്ഷിക്കും. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കും. അതായത് ജനം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവനിലേക്ക് നിറയും. പറഞ്ഞത് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്, സമൂഹങ്ങൾ തമ്മിലുള്ള തകർച്ച, ഇടവകൾ തമ്മിലുള്ള തകർച്ച, മറ്റുള്ള ഇടവകളായിട്ടുള്ള തകർച്ച, അല്ലെങ്കിൽ ഓരോ ജീവിതത്തിലും പ്രശ്നങ്ങൾ നേരിടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് തിരിച്ചറിയാതെ ലോകത്തിൽ നമ്മൾ ഓടി അലയുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതമാണ് പരാജയം സംഭവിക്കുന്നത്. ആത്മഹത്യയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, നിരാശരായ വ്യക്തിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, വചനം വായിക്കും, പക്ഷേ ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര ഒരു ശുഷ്കാന്തി, വേണ്ടത്ര ഒരു താല്പര്യം കൊടുക്കാനായിട്ട് പലരും പരിശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ കുടുംബ ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങൾ, സമൂഹങ്ങൾ, ഇടവകകൾ, രൂപതകൾ ഭിന്നിക്കുവാനും ചിതറിക്കുവാനുള്ള കാരണം, സഭകൾ തമ്മിൽ ഭിന്നിക്കാനുള്ള കാരണം തന്നെ. ദൈവമാണ് ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് തകർച്ചകളെ അതിജീവിക്കുവാൻ, പതർച്ചകളെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം തിരിച്ചറിയണം. കാരണം ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്ക് ശക്തി കിട്ടും. ഹല്ലേലൂയ. ഈശോ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചതിന് കാരണം പിതാവായ ദൈവത്തിൽ നിന്ന് കിട്ടിയ ശക്തിയാണ് ഈശോ ഈ ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാനുള്ള കഴിവ്. ദൈവമായിരുന്നിട്ട് പോലും ഈശോ പിതാവായ ദൈവത്തിൻ്റെ സഹായം തേടുകയാണ്. ഹല്ലേലൂയ. അപ്പസ്തോലന്മാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞപ്പോൾ രാത്രി ആമങ്ങളിൽ അവരിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥിച്ച് കിട്ടുന്ന ആ ശക്തി ഉപയോഗിച്ചാണ് പകൽ മുഴുവൻ അവർ ശുശ്രൂഷ ചെയ്യുന്നത്. ദൈവമാണ് നമ്മുടെ ശക്തിയുടെ ഉറവിടം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തകർച്ചകളെ നേരിടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ രോഗങ്ങൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ, മാരകമായ രോഗങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിരാശ നിങ്ങളെ കൈവിടാതെ നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയുള്ള മേഖലയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ തിരിച്ച് ദൈവത്തിലേക്ക് നടക്കുക. എവിടെ വെച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് വഴി തെറ്റുപോയോ, എവിടെ വെച്ച് കർത്താവിൽ നിന്ന് അകന്നു പോയോ അവിടെ വെച്ച് തിരികെ നടക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ രക്ഷകൻ